കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ പരിശീലകൻ ഒപ്പം തന്നെ ഒഡീഷ എഫ്സിയുടെ ഹെഡ് കോച്ച് TG പുരുഷോത്തമൻ ചേരുന്നു. സ്വാഗതം TG. ഓക്കെ, അതായത് TGP എങ്ങനെയാണ് ആരാധകർ വിളിക്കുന്നത്? ഒരു നമുക്കൊക്കെ സ്പെഷ്യലാണ്, കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യമായി ചെന്നൈയിൽ പോയി ഒരു വിജയം സമ്മാനിച്ച വിഖ്യാതനായ കോച്ച്. അതാണ് പുരുഷോത്തമൻ ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ട കാര്യം. ഒപ്പം തന്നെ ഒരു ഫുൾ സീസൺ കളിക്കുന്ന, അല്ലെങ്കിൽ ഫുൾ സീസണിൽ ഒരു ടീമിനെ നയിക്കുന്ന, അല്ലെങ്കിൽ തന്ത്രങ്ങളോകുന്ന ആദ്യത്തെ കേരള കോച്ച് എന്നുള്ള വലിയ പ്രത്യേകതയും TG പുരുഷോത്തമൻ ചേട്ടനുണ്ട്. അപ്പോൾ എന്തായാലും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ മത്സരത്തിനായിട്ട് ഒരു കട്ട വെയിറ്റിംഗ് ആണ്. രണ്ട് കിടിലൻ ടീമുകൾ, ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഒപ്പം തന്നെ ഇംഗ്ലണ്ടും. വളരെ മനോഹരമായിട്ടുള്ള ഒരു ടാക്ടിക്കൽ ബാറ്റിൽ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ രണ്ട് എക്സലന്റ് കോച്ചസിന്റെ കീഴിലുള്ള രണ്ട് കാലിബറുള്ള കുറെ കളിക്കാരുടെ കൂട്ടം, നല്ലൊരു മാച്ച്, അതിഗംഭീരമായ ഒരു മാച്ച് ഇന്ന് ഈ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നല്ല മാച്ചുകളുമായി മാറുന്ന വിശ്വാസം. ഒപ്പം തന്നെ രണ്ട് ടീമുകൾ ഇതുവരെ തോൽവി അറിയാത്ത രണ്ട് സംഘങ്ങൾ. അതിൽ അർജന്റീനയ്ക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലോക ചാമ്പ്യന്മാരുടെ പ്രകടനമാണോ എന്നൊക്കെ ചോദിച്ചാൽ അതിനകത്ത് സംശയമുണ്ട്. പക്ഷേ നമ്മൾ ഇംഗ്ലണ്ടും അതുപോലെ തന്നെ കംബാക്കുകളുടെ ടീമുകൾ എന്നും കൂടി പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒട്ടും വിട്ടുകൊടുക്കാത്ത അർജന്റീനയും മാസ് കംബാക്കുകളിലൂടെയാണ് ഇപ്പോൾ സെമി വരെ എത്തിയത്. അപ്പോൾ വിട്ടുകൊടുക്കാത്ത രണ്ട് ടീമുകളുടെ പോരാട്ടം എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതില് ഞാൻ ടാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടെ ഒരു ടീമിനെ അനലൈസ് ചെയ്യുമ്പോൾ ഇംഗ്ലണ്ട് എപ്പോഴും ഒരു സ്ട്രക്ചേർഡ് രീതിയിലാണ് അവരുടെ എല്ലാ പ്രസിംഗ് ആയിക്കോട്ടെ, അവരുടെ ഡിഫെൻഡിങ് ആയിക്കോട്ടെ, എല്ലാം ഒരു സ്ട്രക്ചേർഡ് ഇതിലാണ്. നേരെ മറിച്ച് അർജന്റീന നോക്കുമ്പോൾ അവരുടെ അഡാപ്റ്റബിലിറ്റി ഉണ്ട്, അവർ എന്തിനേയും അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് എങ്ങനെയും എന്ത് കാര്യങ്ങളും തരണം ചെയ്യാനുള്ള ആർജവം അവർക്കുള്ളത് കൊണ്ട് എങ്ങനെയും കളിനെ മാറ്റിമറിക്കാനുള്ള കപ്പാസിറ്റി രണ്ട് ടീമുകൾക്കും ഉണ്ട്. അതില് എങ്ങനെയായിരിക്കും മിഡ്ഫീൽഡ് ജയിക്കുക, അതിനനുസരിച്ചായിരിക്കും ഇന്നത്തെ റിസൾട്ട് ഉണ്ടാവുക. മിഡ്ഫീൽഡിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇന്ന് പുലർച്ചെ നടന്ന ആ ഒന്നാം സെമി, അതിൽ നിർണായകമായത് മിഡ്ഫീൽഡാണ്. പ്രത്യേകിച്ച് റോഡ്രിയൊക്കെ തന്നെ കളിച്ച കളിയാണ് ഫ്രാൻസിനെ അങ്ങ് പുറത്തേക്ക് വഴിയൊരുക്കി കൊടുത്തത്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ഇംഗ്ലണ്ടിന് ചെറിയൊരു അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് പറയേണ്ടി വരും, അതായത് ഡെക്ലാൻ റൈസ് എന്ന് പറയുന്ന താരം. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ ഡെക്ലാൻ റൈസ് കുറച്ചൊന്ന് നിറം മങ്ങി, അദ്ദേഹത്തിനെ പിൻവലിപ്പിക്കേണ്ടി വന്നു, പരിക്കിന്റെ പ്രശ്നങ്ങളുണ്ട്. അർജന്റീനയുടെ ശരിക്കും പറഞ്ഞാൽ എൻസോ ഫെർണാണ്ടസും മെക്കലിസ്റ്ററും ഡീപോളും ഒക്കെ നോക്കുമ്പോൾ കടലാസിൽ നല്ല ആളുകളാണ്. പക്ഷെ അവരുടെ ഈ സീസണിലെ പ്രകടനം, അല്ലെങ്കിൽ ഈ ടൂർണമെന്റിലെ പ്രകടനം വളരെ മോശമാണ്. അപ്പോൾ മധ്യനിര അത് കാര്യങ്ങൾ തീരുമാനിക്കും എന്നുള്ളതാണ്. 100%. അതിലേക്ക് തന്നെയാണ് നമ്മൾ നോക്കിയിരിക്കണം. അതെന്താണ് ഒരു പുതിയ കാര്യങ്ങൾ ഇതിൽ വരുത്താൻ സാധിക്കുക എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അർജന്റീനയുടെ മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞാൽ കുറെ കൂടി ക്രിയേറ്റീവ് ആണ്. അവർ കുറച്ചുകൂടി കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സിറ്റുവേഷൻസിനെ അനുസരിച്ച് അവർ മാറിക്കൊണ്ടിരിക്കും. അവര് ചിലപ്പോൾ അവര് രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡ് ചിലപ്പോൾ 1 ആവും, ചിലപ്പോൾ 3 ആവും, ചിലപ്പോൾ 4 ആയിട്ട് മാറിയിട്ടുണ്ടാവും. കോമ്പാക്ട് ആയിട്ടുള്ള സെന്റർ ഏരിയ കോമ്പാക്ട് ആയിട്ട് നിർത്തുന്നുണ്ടാവും. ഒരു നേരെ മറിച്ച് മെസ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതാണ് ഞാൻ ടുക്കലിനെ നോക്കുമ്പോൾ, ടുക്കൽ കോച്ചിന്റെ എബിലിറ്റി നോക്കുന്നത്. ആള് ഇന്റർവ്യൂ പറയേണ്ട മെസ്സിനെ കുറെ കോച്ചസ് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും നടന്നിട്ടില്ല. പക്ഷെ ഈ പ്രാവശ്യം എന്ത് ചെയ്യണമെന്നൊക്കെ അറിയാന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മെസ്സിക്ക് ചുറ്റുമുള്ള സ്പേസ് അതാണ് പ്രധാനപ്പെട്ടത്.